ക്രിട്ടിക്കൽ റാങ്ക് വേഗം കടക്കണം. ഈ ബിസിനസ് വേഗത്തിൽ ചെയ്യുന്നതാണ് പതുക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം. ഇത് വിരോധാഭാസമായി തോന്നാമെങ്കിലും അതാണ് സത്യം. വേഗതയിൽ ചെയ്യുന്നതാണ് പതുക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം. എന്തുകൊണ്ടാണത്? ബിസിനസ് വേഗത്തിൽ ചെയ്താൽ മൊമെന്റം ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും. നിങ്ങളുടെയോ നിങ്ങളുടെ ടീമിലെയോ ആളുകളുടെ വളർച്ച കാണുമ്പോൾ ടീമിലെ മറ്റുള്ളവരും കൂടുതൽ സമയവും കൂടുതൽ അധ്വാനവും ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് മുഴുവൻ ഓർഗനൈസേഷനിലും വളർച്ചയുണ്ടാവും. ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു റോക്കറ്റിന്റെ 85% ഇന്ധനവും അത് ഉപയോഗിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ വേണ്ടി മാത്രമാണ്. ബാക്കി വരുന്ന വെറും 15% ഇന്ധനം മതി അതിന് ബഹിരാകാശം വരെ എത്താനായിട്ട്. ഏറ്റവും പ്രധാനം തറയിൽ നിന്ന് ഉയർന്നു പൊങ്ങലും ഭൂഗുരുത്വാകർഷണം അതിജീവിക്കലും മാത്രമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഇതുപോലെയാണ്. എന്ത് തുടങ്ങാനും തുടക്കത്തിലുള്ള പേടിയും മടിയും അതിജീവിക്കേണ്ടി വരും. ഈ ബിസിനസ് വർക്ക് ചെയ്തില്ലെങ്കിലോ, എന്നെ കൊണ്ട് പറ്റുമോ, ആളുകൾ എന്ത് പറയും തുടങ്ങിയ സംശയങ്ങൾ കാരണം ആളുകൾ ഒന്നുപോലെ ഒന്നും ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ പിന്നീടാകാമെന്ന് കരുതും. അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ടീമിലെ നിരവധി പേര് അത് കോപ്പി ചെയ്ത് പിന്തുടരും. അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ മുഴുവൻ ടീമിന്റെയും വളർച്ച വേഗത്തിൽ സംഭവിക്കും. ക്രിട്ടിക്കൽ റാങ്ക് വേഗം കടക്കണം. ഒരാൾ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്താൽ ഉടനെ ചെയ്യേണ്ടത് ബേസിക്സ് പഠിപ്പിക്കലാണ്. അതിന്റെ ഭാഗമായി അയാൾ അറിയുന്ന 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 100 പേരുടെ ലിസ്റ്റെങ്കിലും ഉണ്ടാക്കണം. ഇത് കേൾക്കുന്ന മാത്രയിൽ അവർ നിങ്ങളോട് പറയാൻ പോകുന്നത് അവർക്ക് 100 പേരെ അറിയില്ല എന്ന് തന്നെയായിരിക്കും. അവരങ്ങനെ പറഞ്ഞിരിക്കും, കാരണം അത് അവരുടെ ബ്ലഡിലുണ്ട്. അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും എങ്ങനെ 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന്. അതിൽ നാട്ടുകാരാവാം, കൂട്ടുകാരാവാം, വീട്ടുകാരാവാം, അയൽക്കാരാവാം, അവർക്ക് അറിയുന്ന ആളുകൾ, അവരെ അറിയുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കംഫർട്ടബിളായിട്ട് കണക്ട് ചെയ്യാവുന്ന 100 പേരെ എത്രയും പെട്ടെന്ന് ലിസ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കടമ. ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഒരു ശരാശരി കല്യാണത്തിന് ഒരു ശരാശരി 500 പേർ പങ്കെടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. വരന്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 250 പേർ, വധുവിന്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു 250 ആളുകൾ, മൊത്തത്തിൽ 500 പേർ. ഒരു ശവസംസ്കാര ചടങ്ങിന് പോലും ശരാശരി 250 പേർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇതാണ്: നിങ്ങളുടെ മൃതശരീരത്തിന് 250 പേരെ അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ 100 പേരെ കണ്ടെത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. ശരിയല്ലേ? 100 പേരെങ്കിലും അറിയാത്ത ആരും ഈ ലോകത്തിൽ ഇല്ലെന്നേ.